ഞാൻ അത് സൂചിപ്പിച്ച പോലെ ഡോക്ടർ എൻ അജിത് കുമാർ KCA മുൻ സെക്രട്ടറി ക്രിക്കറ്റ് നിരീക്ഷകൻ നമ്മോടൊപ്പം ചേരുന്നു. ഡോക്ടർ അജിത് കുമാർ, വെരി ഗുഡ് മോർണിംഗ്. നമ്മൾ ആഗ്രഹിച്ച ഒരു വാർത്തയായിരുന്നു, അത് ഏറ്റവും ഒടുവിൽ സംഭവിക്കുകയും ചെയ്തു. സഞ്ജു വി സാംസൺ ഇന്ത്യൻ ടീമിന്റെ ഭാഗമായി അത് ലോകകപ്പ് സംഘത്തിൽ എത്തുന്നു എന്നുള്ളത്. ആദ്യം ചോദിക്കട്ടെ, ഈ IPL എന്നുള്ള ഈ സീസണിലെ ഈ കഴിഞ്ഞ 9 മത്സരങ്ങളിലെ അതിഗംഭീര മികവാണോ സഞ്ജുവിനെ എത്തിച്ചതെന്ന് കരുതുന്നുണ്ടോ, അതോ ഇതുവരെയുള്ള സഞ്ജുവിന്റെ ഒരു ടോട്ടൽ ഔട്ട്കം ആണോ ലോകകപ്പിലേക്കുള്ള എൻട്രി? എനിക്ക് തോന്നുന്നത് IPL പെർഫോമൻസ് തന്നെയാണ്. കാരണം കറന്റ് പെർഫോമൻസിൽ ഇത്തവണ സെലക്ടേഴ്സ് വളരെയധികം പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ഇപ്പൊ പ്ലേയേഴ്സ് സെലക്ട് ചെയ്ത പ്ലേയേഴ്സ് ഓരോന്നും നമുക്കറിയാം, അവർ IPL ശരിക്കും തിളങ്ങിക്കൊണ്ടിരിക്കുന്ന പ്ലേയേഴ്സിനാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം നമുക്കൊരു വിഷമമുള്ള ഒരു കാര്യം ശുഭ്മാൻ ഗിൽ ടീമിലില്ല. കാരണം അദ്ദേഹം മറ്റവരുമായിട്ട് നാം താരതമ്യപ്പെടുത്തുമ്പോൾ അത്രയും മെച്ചപ്പെട്ട പെർഫോമൻസ് തവണ ശുഭ്മാൻ ഗില്ലിൽ നിന്ന് IPL കണ്ടിട്ടില്ല. അപ്പൊ ആ ഒരു വിഷമം ഒരു ഭാഗത്ത് നമ്മൾ മാറ്റി നിർത്തിയാൽ യാതൊരു സംശയമില്ല IPL പെർഫോമൻസ്. കാരണം T20 ആണല്ലോ നമ്മൾ കളിക്കാൻ പോകുന്നത്. അപ്പൊ IPL എന്ന് പറയുന്നത് ഇത്രയും വലിയൊരു സ്റ്റേജ്, ഇത്രയധികം കാണികൾ, ഇന്റർനാഷണലി ടെലികാസ്റ്റ് ചെയ്യുന്ന മാച്ചസ്, അപ്പൊ ഇത്രയധികം സമ്മർദ്ദം പറ്റാവുന്ന മാത്രം ഇത്രയധികം വലിയ ഫ്രാഞ്ചൈസീസ് കൊടുക്കുന്ന പണത്തിന്റെയും ആ ഒരു സമ്മർദ്ദത്തിൽ തീർച്ചയായിട്ടും പ്ലേയേഴ്സ് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്, അവരുടെ ആ പ്രകടനം പ്രധാനപ്പെട്ടമായും വിലയിരുത്തിയിട്ടുണ്ടെന്ന് യാതൊരു സംശയമില്ല. പ്രത്യേകിച്ച് സഞ്ജുവിന്റെ കാര്യം. കാരണം 9ാമത്തെ മാച്ച് കഴിഞ്ഞ് ഇന്നലെ സെലക്ഷൻ കമ്മിറ്റി മീറ്റ് ചെയ്യുന്ന സമയത്ത് കാലത്ത് തന്നെ ഞാൻ ആലോചിച്ച കാര്യം ഇതാണ്, ഇന്ന് സഞ്ജുവിനെ എടുത്തിട്ടെങ്കിൽ പിന്നെ സെലക്ഷൻ കമ്മിറ്റിക്ക് കണ്ടിന്യൂ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. കാരണം ഇത്രയും നല്ല പെർഫോമൻസ്. കാരണം 9 മത്സരങ്ങളിൽ 8 മത്സരങ്ങൾ ക്യാപ്റ്റനായിട്ട് വിജയിക്കുക, വിക്കറ്റ് കീപ്പർ നിലയിൽ നന്നായിട്ട് തിളങ്ങുക. ഏറ്റവും പ്രധാനപ്പെട്ട വിരാട് കോഹ്ലിക്ക് ശേഷം നമ്പർ 2 ആണെന്ന് സഞ്ജു സാംസൺ ബാറ്റിംഗ് പെർഫോമൻസിൽ. വിരാട് കോഹ്ലി 500 റൺസ് എത്തി, എന്നാൽ സഞ്ജു സാംസൺ 375 ആണ്. 9 ഇന്നിംഗ്സിൽ 375 റൺ എടുത്ത് സഞ്ജു സാംസൺ 385 റൺ എടുത്ത് 2ാം സ്ഥാനത്ത് നിൽക്കുന്നു. പ്രത്യേകിച്ചും അവസാനം ലക്നൌവിലായിട്ടുള്ള പെർഫോമൻസ് കണ്ടാൽ തന്നെ നമുക്കറിയാം സഞ്ജു എത്രയധികം മെച്യൂർ ആയിട്ടാണ് കളിച്ചത്. കാരണം അതൊരു മെച്യൂർഡ് ഇന്നിങ്സ് ആയിരുന്നു. പ്രത്യേകിച്ച് അദ്ദേഹം വരുമ്പോൾ നല്ല പൊസിഷൻ തീരെ നന്നായിരുന്നു. ബട്ട്ലറും ജയ്സ്വാളും ഔട്ടായ ശേഷമാണ് അദ്ദേഹം 60 for 2 എന്ന നിലയിലാണ് അദ്ദേഹം ക്രീസിലുള്ളത്. ആ സമയത്ത് അദ്ദേഹം അന്ന് കാണിച്ച ആ മികവ്, ആ ഒരു മെച്യൂരിറ്റി തീർച്ചയായിട്ടും സെലക്ടേഴ്സിന് അദ്ദേഹത്തെ ഒഴിവാക്കാൻ സാധ്യമല്ല. സഞ്ജു അങ്ങനെ ഇന്ത്യൻ ടീം കയറിയിരിക്കുന്നു. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ കയറിയ സ്ഥിതിക്ക് ഇനി അദ്ദേഹത്തിന് ഒരു അവിവേച്യ ഘടകമായി അദ്ദേഹം മാറണം. അതിനുള്ള പെർഫോമൻസ് T20 അദ്ദേഹം നടത്തും തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷ. ശ്രീ അജിത് കുമാർ, അത്